ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ബി വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് ആരായിരിക്കും? ലാലേട്ടനൊരു ടാസ്ക് കൊടുക്കുന്നുണ്ട്. ആ ടാസ്കിൽ ഇൻഡു മാർക്കും ശരിയുമാണ് കൊടുക്കുന്നത്. ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നമ്മുടെ ലക്ഷ്മിക്ക് തന്നെയാണ്. പക്ഷേ ലക്ഷ്മി അല്ല പുറത്തേക്ക് പോകുന്നതെന്ന് തോന്നുന്നു, മസ്താനിയാണെന്നൊരു ഊഹാപോഹങ്ങളൊക്കെ ഉണ്ട്. നമുക്കപ്പോൾ ഇന്ന് വൈകിട്ട് എന്തായാലും അത് കാണാം. അപ്പോൾ അതുപോലെ തന്നെയാണ് വേറൊരു വൈൽഡ് കാർഡും കൂടി ഇതിൻ്റെ ഇടയ്ക്ക് പോകുന്നുണ്ട്. ഇതാരാണ് എന്താണ് എന്നുള്ളത് പ്രവീണാണോ എന്നൊരു സംശയം കൂടിയുണ്ട്. അപ്പം നമുക്ക് നോക്കാം ആരായിരിക്കും പോകുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ബിഗ് ബോസ് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ അതേക്കുറിച്ച് അഭിപ്രായം അറിയിക്കുക. ഓക്കെ. അതുപോലെ തന്നെ അനുവിൻ്റെയും ആര്യൻ്റെയും കാര്യം എടുത്തിടുന്നുണ്ട്. അനുവിൻ്റെ ആ ഒരു ഇഷ്യൂ, ആര്യൻ ദേഹത്തേക്ക് വെള്ളമൊഴിക്കുകയും അനുവിനെ പിടിക്കുകയും കയറി പിടിക്കുകയും ചെയ്യുന്നൊരു ഭാഗമുണ്ടല്ലോ, മസ്താനി ബാക്കിൽ നിന്ന് പിടിച്ച് തള്ളിയിട്ട്. അപ്പോൾ അതേക്കുറിച്ചും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. നിനക്ക് തള്ളിയിടാൻ അത്രയ്ക്കും ആഗ്രഹമാണോ എന്നാണ് ലാലേട്ടൻ ചോദിക്കുന്നത്. അതുപോലെ തന്നെയാണ് ലക്ഷ്മിയുടെയും മുനിലിൻ്റെ കാര്യം സംസാരിക്കുന്നത്. പക്ഷേ അനീഷിൻ്റെ മേലേക്ക് ആദില വെള്ളമൊഴിച്ചത് എന്തുകൊണ്ട് ലാലേട്ടൻ ചോദിക്കുന്നില്ല? അത് വല്ലാത്തൊരു ഇത് തന്നെയാണ്. എല്ലാ ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ ആ ഒരു ചോദ്യം കൂടി ചോദിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ലാലേട്ടനില്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ അറിയിക്കുക. ഇനി ആരൊക്കെയായിരിക്കും അടുത്ത ആഴ്ചയിൽ ബി വീട്ടിൽ നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് കണ്ടറിയാം. അടുത്ത ആഴ്ചയിൽ ബി വീട്ടിലെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. പിന്നെ അതുപോലെ തന്നെ ലാലേട്ടൻ ഇന്നലെ എന്തായാലും ബി വീട്ടിൽ പൊടിച്ചടുക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ഇന്നലെ തന്നെ ചോദിച്ചു കഴിഞ്ഞു. ഇന്ന് ആരൊക്കെയാണ് എവിക്റ്റ് ആവുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ ആര്യൻ കുറച്ചൊരു തമ്പ് കൂടുതൽ. പക്ഷേ ആര്യനെ കൊണ്ടൊന്നും ലാലേട്ടൻ ചീത്ത പറയില്ല. ആര്യനും ജിസേലിനും ഒന്നും പറയില്ല. പറയുകയാണെങ്കിൽ അനുവിനെ, ലക്ഷ്മി, മസ്താനി, അക്ബർ ഇങ്ങനെയുള്ള ആളുകളെ മാത്രമേ ലാലേട്ടൻ കുറ്റം പറയാറുള്ളൂ, ചീത്ത പറയാറുള്ളൂ. പക്ഷേ ശരിക്കും അനു ഒരാഴ്ച മിണ്ടാതെ നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ ബി വീട് ഉറങ്ങിക്കിടന്ന പോലെ തന്നെയായിരുന്നു. പിന്നെ അനുവിനെ ചിരിപ്പിക്കാനും കളിപ്പിക്കാനായിട്ട് നമ്മുടെ ഷാജഹാൻ പാവയെ എടുത്ത് എറിയുന്നുണ്ടായിരുന്നു. നബീനും ഷാജഹാനോട് അനു അതിൻ്റെ പുറകെ കുറേ ഓടുകയും അതൊക്കെ സന്തോഷകരമായ ഒരു രസം പിടിച്ചൊരു പരിപാടി തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് ബി വീട്ടിലെ വിശേഷങ്ങൾ കണ്ടറിയാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.